ഹലോ, വെൽക്കം ടു സിനിമോട്ടമാൻ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു ഗാഡ്ജറ്റുകൾ വാങ്ങിച്ചിരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് DJ Action 2. നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു 3 ആഴ്ചയായി. ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ ഉള്ള റിവ്യൂവും എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇടാമെന്നത്. സോ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ ഈ 3 വീക്സായിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. 2021 ഒക്ടോബറിൽ ഇറങ്ങിയ ഈ സാധനം 2025 നമ്മൾ വാങ്ങാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു സൈസും ഇവൻ്റെ ഒരു കേപ്പബിലിറ്റിയും ഒരു അഡാപ്റ്റബിലിറ്റി ഒക്കെയാണ്. ഇതൊരു കംപ്ലീറ്റ് മെറ്റൽ കേസിനുള്ളിൽ നിൽക്കുന്ന ഒരു വാട്ടർ പ്രൂഫ് ആക്ഷൻ ക്യാമറയാണ്. ഇതിൻ്റെ ബാറ്ററി മൊഡ്യൂളാണ്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ മൊഡ്യൂളോടെ നമുക്ക് അവൈലബിൾ ആണ്, പക്ഷേ എനിക്കിത് മതിയായിരുന്നു. സോ ദിസ് ഈസ് അവർ എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ വിത്ത് DJ Action 2. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു സിനിമോട്ടമാൻ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഈ ബോക്സിലാണ് നമുക്കിത് ലഭിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 2 കേസാണ്, 2 ബോക്സാണ് ആക്ച്വലി. ഒന്ന് നമ്മുടെ ക്യാമറയുടെ ബോക്സും രണ്ടാമതാണ് ആക്സസറീസും. ഈ ക്യാമറയുടെ ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഈ ക്യാമറ മൊഡ്യൂളും ആൻഡ് ഈ ബാറ്ററി മൊഡ്യൂളും, പിന്നെ ഇതൊരു ചെറിയ സിലിക്കോൺ കേസിനകത്താണ് നിൽക്കുന്നത്. ഒരു ഫൈബർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഏതാണ്ട് ഫൈബർ മോഡലൊരു കേസിനുള്ളിലാണ് നിൽക്കുന്നത്. ഇത് രണ്ടും. ഈ 4 സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്സസറീസാണ്. ആക്സസറീസിനകത്ത് നമുക്ക് ലഭിക്കുന്ന സാധനങ്ങൾ ഒന്ന് ഒരു ഹെഡ് സ്ട്രാപ്പ് നമുക്ക് ലഭിക്കും. അതായത് ഈ ക്യാമറ നമുക്ക് ജസ്റ്റ് തലയിലേക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്കത് തലയിലിങ്ങനെ ഹോൾഡ് ചെയ്യുന്നു, ഹെഡ് പിന്നെ വെച്ചിട്ട് ഈ ക്യാമറ ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇത് കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതിൻ്റെ വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേളിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് ഓണാവും. വീഡിയോ റെക്കോർഡിംഗ് ഓണായി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വിഷ്വൽസ് നമുക്കിങ്ങനെ ലഭിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കൂടെ കാണാം. സോ ഇതാണ് ഇതൊരു ചെയിൻ പോലത്തെ സാധനമാണ്. ഇത് ശരിക്കും ഈ സാധനം നമുക്ക് കഴുത്തിലിങ്ങനെ വെച്ചിട്ട് FPV ഷോട്ടുകളൊക്കെ എടുക്കാനായിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഉടുപ്പിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇതിവിടെ കിട്ടുമ്പോൾ ജസ്റ്റ് ഇത് അറ്റാച്ച് ചെയ്യാം. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഉടുപ്പിൻ്റെ അകത്തൊക്കെ ഈ ക്യാമറ ഇങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഷോട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നടന്നാൽ മതിയായിരിക്കും. എന്താ പറയുക, ഇതിലേക്ക് ഇടുന്നൊരു അങ്ങനത്തെ ക്ലിപ്പ് ഇടുന്ന സാധനമൊന്നും ആവശ്യമില്ല. അതിൻ്റെ ഇരിപ്പുണ്ടാവണം. ഇത് വളരെ ഈസിയാണ്. ഇതുണ്ടല്ലേ, ഇങ്ങനെ നമുക്ക് വെക്കാം. സോ പിന്നെ നമുക്ക് ഒരു ആക്സറി എന്ന് പറയുന്നത് പിന്നെ വന്നത് ചെറിയൊരു അറ്റാച്ച്മെൻ്റാണ്. ഇത് നമുക്ക് ട്രൈപോഡ്സിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കണ്ടില്ലേ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് തെറിച്ചു പോകുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ അകത്തൊരു ചെറിയ ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് മാത്രം, ഇത് ജസ്റ്റ് മാഗ്നറ്റ് ഇങ്ങനെ പിടിച്ചാൽ വരത്തില്ല. ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് മാത്രം ഇങ്ങനെ തുറന്നാൽ ഈ സാധനം വരുള്ളൂ. അത് ഇവിടെയാണെങ്കിലും ശരി, ഇതിലാണെങ്കിലും ശരി, അങ്ങനെ വരുള്ളൂ. കണ്ടില്ലേ. പിന്നെ ഇത് ഈ രീതിയിലല്ലാതെ ഓപ്പോസിറ്റ് ഇത് ആവില്ല. കാരണം ഇത് മാഗ്നറ്റ് ആയതുകൊണ്ട് നെഗറ്റീവ്ലി ഇത് റിയാക്ട് ചെയ്യും, ഇത് അകന്നു പോകും. നമുക്കിത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഇത് മാഗ്നറ്റ് അറ്റാച്ച് ആവുള്ളൂ. അറ്റാച്ച് ആയിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ക്ലിപ്പിലിത് ഓക്കെയാണ്. ഇനി ക്ലിപ്പിൽ പ്രസ് ചെയ്താൽ മാത്രമാണ് ഇവൻ പുറത്തേക്ക് വരിക. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി മൊഡ്യൂളും ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളുമാണ്. ഈ ക്യാമറ മൊഡ്യൂൾ ചാർജ് ചെയ്യുന്നത് ബാറ്ററി മൊഡ്യൂൾ വെച്ചിട്ടാണ്. ബാറ്ററി മൊഡ്യൂൾ വെച്ചിട്ടും നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം. കാരണം 1 ടച്ചിൽ ഓൺ ആകാം, 1 പ്രസ്സിൽ ഓൺ ആക്കാം, 1 പ്രസ്സിൽ ഓഫ് ആക്കാം. ഇവിടെ തന്നെ നമുക്ക് ഈ ഫംഗ്ഷൻ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്താണ് നമുക്ക് മെമ്മറി കാർഡ് ഇവിടെ ഇടുന്നത്.
ടൈപ്പ് സി ചാർജിങ് ആണ്. ഇവിടുത്തെ 2-3 മൈക്ക് വരുന്നുണ്ട്. ഒന്ന് ഇവിടെ, ഒന്ന് സൈഡിലും ഫ്രണ്ടിലും ഈ സൈഡിലുമായിട്ട് 3 മൈക്ക് ഇവിടെ വരുന്നുണ്ട്. ഈ മൊഡ്യൂളിൽ ഒരു മൈക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഇവൻ്റെ ഫീച്ചേഴ്സിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു 12 MB ക്യാമറയുടെ അത്ഭുതമാണ് ഈ 4K 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. 120 FPS ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും നല്ലപോലെ ഹീറ്റ് ആവുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അധികം നേരം നിൽക്കില്ല, ഹീറ്റായി ഇവൻ ഓഫായി പോകുന്നുണ്ട്. ഇവനെ മാത്രമായിട്ട് നമ്മൾ പുറത്തെടുത്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും ഏതാണ്ട് 70 മിനിറ്റ് വരെ അതിൻ്റെ ഒരു ടൈം കിട്ടും. പക്ഷെ നമ്മൾ ഓണാക്കി ഓഫാക്കി ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയും കിട്ടത്തില്ല. ഇവനെയും കൂടെ ഉപയോഗിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഹീറ്റിൻ്റെ ഒരു പരിപാടി ഇച്ചിരി കുറയുന്നുണ്ട്. കുറച്ച് നേരം കൂടെ ദൈർഘ്യത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഏകദേശം ഒരു 1 hour വരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഓണാക്കി ഓഫാക്കിയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. ഒരു ടെസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഒരു ട്രാവലോഗ് പരിപാടി ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് ആ ഒരു ടൈം വരെയാണ് കിട്ടിയത്. പിന്നെ ഞാൻ കൂടുതലും വണ്ടിക്കകത്ത് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ AC ആയതുകൊണ്ട് തന്നെ വലിയൊരു ഹീറ്റ് പ്രശ്നം വന്നില്ല. ഇതിൻ്റെ ഹീറ്റ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മെറ്റൽ ബോഡിയാണ്. ഈ ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള പ്രൊഫഷണൽ പരിപാടിയൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഇത് നല്ലപോലെ ഹീറ്റ് ആവാനുള്ള മെയിൻ റീസൺ. ചാർജ് ആകുമ്പം ചാർജ് ആകുമ്പോൾ ഹീറ്റ് ചെയ്യുന്നൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ വലിയ രീതിയിൽ ഫീൽ ചെയ്തില്ല. ചാർജ് ആകുമ്പോഴത്തേനും വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തില്ല. സോ അപ്പം ഈ 12 MB ക്യാമറ 155 ഡിഗ്രിയാണ് ഇതിൻ്റെ ഒരു ഏരിയ നമുക്ക് കിട്ടുന്നത്. പിന്നെ വന്നിട്ട് ഇവൻ മാത്രം ഒരു 65 ഗ്രാം മാത്രം ഭാരമാണ് ഇവനുള്ളത്. എന്തായാലും ഇവന് നമുക്ക് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, സ്ലോ മോഷൻസ് എടുക്കാം, ടൈം ലാപ്സ് എടുക്കാം. പിന്നെ ക്വിക്ക് ക്ലിപ്സ് എന്ന് പറയുന്നത് നമുക്ക് 15 സെക്കൻഡ് മാത്രം വീഡിയോ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനം ഇതിൻ്റെ അകത്തോട്ട്. നോർമലി നമുക്ക് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് നോർമലി യൂട്യൂബ് സ്ക്രീനിലോട്ടൊക്കെ ഇൻസ്റ്റാ സ്ക്രീനിലോട്ടൊക്കെയുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ക്രീനും നോർമലി ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്കല്ലാതെ അത് നോർമലി നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പരിപാടിയെല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യാം. കണ്ടില്ലേ, വീഡിയോ മോഡുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങോട്ടാണെന്ന് നമുക്ക് ഇതിനകത്ത് വീഡിയോയ്ക്ക് 3 മോഡാണുള്ളത്. വീഡിയോയ്ക്കാണ് ഫോട്ടോയ്ക്കാണ് 3 ഇതാണുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിവാർപ്പ് എന്ന് പറയുന്ന ഈ ഒരു മോഡ്, 2 എന്ന് പറയുന്നത് വൈഡ്, 3 എന്ന് പറയുന്നത് അൾട്രാ വൈഡ്. സോ ഇങ്ങനെ 3 മോഡുകളാണ്. ഞാൻ നോർമലി ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡിവാർപ്പിലാണ്. സ്റ്റാൻഡേർഡ് ഡിവാർപ്പിൽ തന്നെ അത്യാവശ്യം നല്ല വൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെയുള്ള വൈഡ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വൈഡായിട്ട് കിട്ടും. പിന്നെ അൾട്രാ എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള വൈഡ് കിട്ടും. ഇതാണ്. എന്തായാലും ഇവൻ്റെ ഇത് കണ്ടില്ല, ഇപ്പോൾ ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇത് ഗംഭീര സാധനമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് വാങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇവൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 15,999 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ. ഇത് ഇറങ്ങിയ സമയത്തിന് ഭയങ്കര വിലയാണ്. 45, 50, 55 രൂപ അടുത്തതിൻ്റെ ഈ മൊഡ്യൂളും ഈ ക്യാമറ മൊഡ്യൂൾ ഇവിടെ ഒരു സ്ക്രീൻ മൊഡ്യൂൾ വരുന്നുണ്ട്. ക്യാമറ മൊഡ്യൂളിനും സ്ക്രീൻ മൊഡ്യൂളിനും ഉൾപ്പെടെ ആ വിലയായിരുന്നു. ഇതിന് വരുന്ന ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ സ്ക്രീൻ മൊഡ്യൂൾ വരുന്നുണ്ട്. അതിന് ഇത്രയും ബാറ്ററി ബാക്കപ്പ് ഇല്ല. ഇതിനാകുമ്പോൾ കുറച്ചുകൂടി ബാറ്ററി ഉണ്ട്. നമുക്കിത് മതി. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. സോ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് പറയാൻ മറന്നുപോയി, ഇതിൽ നിന്നെടുത്ത വിഷ്വൽസ് നമുക്ക് ഇങ്ങോട്ട് ഒരു ഡിവൈസിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ DJI Mimo എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആൻഡ്രോയിഡിലും iOS-ലും ഒക്കെ നമുക്കിത് അവൈലബിൾ ആണ്. ജസ്റ്റ് DJI Mimo ഈ ഒരു ആപ്പാണ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കണക്റ്റ് ആകുമ്പം തന്നെ നമ്മുടെ ക്യാമറ ഓൺ ആണെങ്കിൽ അപ്പം തന്നെ ഇവിടെ വൈഫൈ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. കണക്റ്റിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ താഴെ കാണിക്കും. ഇപ്പോൾ വൈഫൈ ഓഫ് ആയതുകൊണ്ടാണ് ഇവിടെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്സ് എല്ലാം ഫോട്ടോസും വീഡിയോസും ഒക്കെ ആണെന്നെങ്കിൽ വൈഫൈ വെച്ച് തന്നെ പടക്കം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റാണ്. സോ അതാണ്. 39 mm ആണ് ഇതിൻ്റെ ഒരു സ്ക്വയർ ഡയമെൻഷൻ ഇതിന് വരുന്നത്. അത്രയും ചെറിയ സാധനമാണ്. ഒരു 1.7 ഇഞ്ചസിൻ്റെ CMOS സെൻസറാണ് ഇത് വരുന്നത്.
നല്ല റെസ്പോൺസുള്ള ഒരു ടച്ച് സ്ക്രീനാണ് ഇതിന് വരുന്നത്. 558 mAh ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസ്. നമ്മുടെ DJI Action 2 ക്യാമറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇതിനെപ്പറ്റിയുള്ള അറിവുകളെല്ലാം നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ വന്നിട്ട് ഇനി നമ്മുടെ യൂട്യൂബ് ചാനൽസിലൊക്കെ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള വീഡിയോസ് നൽകാനായിട്ട് ഇവനെ കൊണ്ട് സാധിക്കും. വെയിറ്റ് ആൻഡ് സ്റ്റേ ട്യൂൺ അവർ ചാനൽ സിനിമാട്ടമാൻ. അടുത്ത വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു. ബൈ.